ഇന്നൊരു സൺഡേ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ എണീച്ചപ്പോൾ ഇതാ നൂറിന് ഭയങ്കര പൂതി പഴംപൊരി കഴിക്കണമെന്ന്. അങ്ങനെ പിന്നെ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞാൻ വേഗം എന്ത് ചെയ്ത് മൈദയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പഴം വേഗം മുറിച്ചട്ടാ. എന്നിട്ടിതാ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ. ഇനി നെയ്പ്പത്തൽ ഉണ്ടാക്കണം, പിന്നെ കറി വെക്കണം, എന്തൊക്കെയോ പണിയുണ്ട്, ഒരു കല്യാണമുണ്ട്, കല്യാണത്തിന് പോകണം. അങ്ങനെ പിന്നെ ഇതാ വേഗം പഴംപൊരി ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. പഴംപൊരി ആവുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചായയും കൂടി വെച്ചിട്ടുണ്ടായിന്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു പൂതിയായിട്ടാ രാവിലെ പഴംപൊരി കഴിക്കണമെന്ന്, അതും ചൂട് പഴംപൊരി തന്നെ. അപ്പം ലീവ് ലോസയല്ലേ നമ്മളോട് പറയുമല്ലോ, അപ്പം ഞാൻ വേഗം ഉണ്ടാക്കി കൊടുക്കലാന്ന്. ഇടയ്ക്ക് പറയും പഴം പുഴുങ്ങാൻ, അല്ലെങ്കിൽ പഴം വാട്ടാൻ പറയും. അങ്ങനെ ഓരോ ദിവസം ഓരോരോ ആഗ്രഹങ്ങളും കൊണ്ട് വരുത്താണ്. ഈ പഴം പൊരിച്ച് കൊടുത്തതിന് ശേഷം ഇതാ അതിൻ്റെ തെണ്ണ കണ്ടിട്ട് അതിനും പറയും. അപ്പം ഞാൻ ചോദിച്ച് പച്ചവെള്ളത്തിലാണോ പിന്നെ പഴം പൊരിക്കേണ്ടതെന്ന്. പഴം പൊരിക്കുക എന്തായാലും എണ്ണ ഉണ്ടാവില്ലേ, അതൊന്നും പറ്റൂല, ഒരു തുള്ളി എണ്ണ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പിന്നെ ഇതാ ഞാൻ പഴം പൊരിയും കൊണ്ട് കൊടുത്തതിന് ശേഷം വേഗം പാല് തിളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം ചായയും ആക്കി. അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട് നൂറിന് കൊടുത്തിട്ടാ. അതിനിടയ്ക്ക് ഫാത്തിമ അമ്മൂസിന് പഴംപൊരി കൊടുക്കുന്നുണ്ടായിനെ. അങ്ങനെ ചായയും കൊടുത്തതിന് ശേഷം ഇതാ ഞാൻ വേഗം നെയ്ഹുന എണീപ്പിച്ചിട്ടാ. അല്ലെങ്കിൽ ഇപ്പോഴേ എണീക്കൂല. അങ്ങനെ ഇന്ന് എന്തോ എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര നല്ല മൂടാണ്, കല്യാണത്തിന് പോകാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഓക്കും ചായയെല്ലാം കൊടുത്തതിന് ശേഷം വേഗം നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേട്ടാ. നെയ്പ്പത്തലിന് വേഗം അരിയൊക്കെ കഴുകി തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അരിയൊക്കെ അരച്ചിട്ട് മാവൊക്കെ കുഴച്ച് റെഡിയാക്കിയേട്ടാ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ഇന്നലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മസാല ആക്കി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് വേഗം കറി വെക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് നെയ്പ്പത്തിൽ ഉണ്ടാക്കും, അതിൻ്റെ ഇടയ്ക്ക് ഇതാ വേഗം ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിട്ട് അപ്പുറത്ത് തന്നെ കുക്കറിൽ വേഗം കറിയും വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേട്ടാ. അങ്ങനെ നോക്കിയാൽ വേഗം ആവുമല്ലോ. അതിനിടയ്ക്ക് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ അതിനിടയ്ക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഇതാ നൂറാബി മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ നെജുവിനോട് പറഞ്ഞ് പകുതി പാത്രം കഴുകിത്താന്ന്. അങ്ങനെ നെജു പകുതി പാത്രമൊക്കെ കഴുകി. ഇടയ്ക്ക് ഈ നെയ്പ്പത്തലിന് ഒരു ഇതുണ്ടാവും കേട്ടോ, എങ്ങനെ നോക്കിയാലും പൊന്തി വരില്ല. ഇന്നെന്തോ എന്താ പറയുക, നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ എല്ലാവരും കൂടിയിട്ട് പണ്ട് നമ്മൾ കളിക്കലുണ്ട് ഇങ്ങനെയൊക്കെ ഈ ചിരട്ടയും മണ്ണൊക്കെ കുഴച്ചിട്ടിട്ടാ. പിന്നെ അവർ കളിക്കുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എപ്പെങ്കിലും അല്ലേ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ ഇതാ എൻ്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വേഗം നൂറിനും പിള്ളേർക്കൊക്കെ നാസ്ത കൊടുത്തിട്ട് അതിന് ശേഷം ഇതാ കുളിച്ച് റെഡിയായിട്ട് നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.